കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ മഹാകരുണയും ദയയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തിന് നന്ദി പറയാം. ആയുസ്സിന് സ്തോത്രം ചെയ്യാം, ആരോഗ്യത്തിന് സ്തോത്രം ചെയ്യാം, ബലത്തിന് സ്തോത്രം ചെയ്യാം, സൗഖ്യത്തിന് സ്തോത്രം ചെയ്യാം. പറഞ്ഞിരാത്ത ധാന്യങ്ങൾ നിമിത്തം നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ അവിടുന്ന് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. എല്ലാത്തിൽ നിന്നും ഇപ്പോഴും ഉദ്ധരിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദൈവം വിശ്വസ്തതയും നമുക്ക് വേണ്ടി വലുതായിരിക്കാൻ, ഉയർന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നമ്മുടെ ഹൃദയം ഉറയ്ക്കണം, എപ്പോഴും ഉറച്ചു നിൽക്കണം. ആവർത്തിച്ച് പലയിടത്ത് പ്രസ്താവന പറയുന്നു, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ, ഉറച്ചു നിൽപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ആ ഒരു തലം എപ്പോഴും നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ധൈര്യമുണ്ടാവണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണാൽ അത് എണ്ണപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആ മുടിയുടെ നമ്പർ പോലും എന്റെ കർത്താവ് എണ്ണിയിരിക്കുന്നെങ്കിൽ, ഇത്രാമത്തെ മുടിയാണ് പോയതെന്ന് അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ, നമ്മുടെ വിഷയത്തെ അറിയാതിരിക്കുന്ന, കാണാതിരിക്കുന്ന, മനസ്സിലാക്കാതിരിക്കുന്ന ഒരു ദൈവമല്ല സഹോദരങ്ങളെ നമ്മുടെ ദൈവം. അവിടുന്ന് അനാദിയായ ശാശ്വതമായ ദൈവമാണ്. ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പ് അവിടുന്ന് ഉണ്ടായിരുന്നു. തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ഓരോ തലമുറകൾ മാറുമ്പോഴും ഹോവയായി ഞാൻ മാറാത്തവൻ. അതുകൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. മാറാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. കരം പിടിച്ചു നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ നമ്മെല്ലാം കാണുന്ന ദൈവമാണ്. വീണ്ടും നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. 400 സംവത്സരമായി ഇനിയും ഒരു മടങ്ങിവരവില്ല, പുറത്തു വരാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ച് ജനം കരഞ്ഞപ്പോൾ, കഷ്ടപ്പെട്ടപ്പോൾ, സങ്കടപ്പെട്ടപ്പോൾ അതിൻ്റെ ആഴം അറിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വരികയാണ്. എന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. മിസ്രയീമിലായിരുന്ന എന്റെ ജനത്തിന്റെ കഷ്ടം ഞാൻ കണ്ടു. അവർ നിലവിളി കേട്ടു. സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ ദൈവം ഇറങ്ങി വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തയിടത്ത്, പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തയിടത്ത് പുറപ്പെടുവിക്കാൻ കഴിവുള്ളവൻ, പുതിയ പാന്താവിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവൻ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറയുന്നവൻ നമുക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിലും എഴുന്നേറ്റ് വരുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ ദൈവത്തെ പോലെ വലിയ ദൈവമായിരുന്നു. നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം, ശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ, ആ കർത്താവിനെ മാത്രം ശ്രദ്ധിച്ച് നോക്കണം. മനുഷ്യരെ ആശ്രയിക്കരുത്, പരാജയപ്പെടും. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ, ദൈവത്താൽ
നാം വീര്യം പ്രവർത്തിക്കും. അവിടുന്ന് തന്നെ നമ്മുടെ വൈരികളെ മതിച്ചു കളയും. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തും, നാളെ നടത്തും. അവിടുത്തെ മഹാകരുണയ്ക്കും കരുതലിനുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൃപ നമുക്ക് ഈ ദിവസങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ അവിടെ നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ ഉറപ്പിച്ച് അവർ ശക്തരാകാൻ, അവർ വിശ്വാസത്തിൽ ശക്തരാകാൻ, വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കാൻ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്ന സഭ, സുവിശേഷത്തിനു വേണ്ടി നിന്ന സഭ, ആത്മാവിന്റെ ശക്തിയെ സ്വീകരിച്ച സഭ, മാതൃകയായിരുന്ന സഭ, അവരെപ്പറ്റി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അവർ എന്നും ശക്തരായി തീരണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാനൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയരെ, പരസ്പരം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പരസ്പരം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥനയുടെ പവർ അടിസ്ഥാനങ്ങളെ കുലുക്കുന്നതാണ്. ഇത് പൗലോസിനും ശീലാസിനും അറിയാം. അനേകരുടെ ചങ്ങലകളെ അഴിക്കുന്ന പ്രാർത്ഥനയുടെ പവർ, വാതിൽ തുറക്കുന്ന പ്രാർത്ഥനയുടെ പവർ. ചിലര് മുമ്പിൽ വന്ന് വീഴുന്ന പ്രാർത്ഥനയുടെ പവർ. രക്ഷപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന, എല്ലാവരെയും ചങ്ങലകളെ അഴിക്കുന്ന പ്രാർത്ഥനയുടെ പവർ നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ അനേകർ ബന്ധിക്കപ്പെട്ടവർ പുറത്തു വരും. പൗലോസ് പറയുക, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുമ്പിൽ നിൽക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറകൾ നഷ്ടപ്പെടില്ല. അവരെ തിരിച്ചു വരുത്തുന്ന ദൈവം, മടക്കി കൊണ്ടുവരുന്ന ദൈവം, റൂട്ടിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞ മനുഷ്യനാണ് പറയുന്നത്, പ്രാർത്ഥിക്കണം. ഹെരോദ്യ ശക്തികൾ വാളിന്റെ മൂർച്ച കൂട്ടിവെച്ചിരിക്കുകയാ. മണിക്കൂറുകൾ കഴിയുമ്പോൾ പത്രോസിന്റെ ജീവൻ അപകടത്തിലാണ്. പക്ഷെ ഇപ്പുറത്ത് പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. 16 കാവൽ ഭടന്മാരുണ്ട്. ചലിക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല. പക്ഷേ പത്രോസിന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിർണായക ഘട്ടം വന്നപ്പോൾ ഒരു സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കി നിർത്തി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി. ദൂതനെ ദൈവം കാരാഗ്രഹത്തിലേക്ക് ഇറക്കിവിട്ടു. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളോട് വിളിച്ചു പറയുന്നു, നമ്മുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ പരസ്പരം പ്രാർത്ഥിക്കാൻ, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അധികാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മുമ്പിൽ നിന്ന് നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന്, പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവ് യൂസ് ചെയ്യേണ്ടതിന്, ദൈവത്തിന്റെ അനോയിന്റിങ് വരേണ്ടതിന്, വെളിപ്പാടുകൾ, ദർശനങ്ങൾ കിട്ടേണ്ടതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രാർത്ഥന നിയമങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. പ്രാർത്ഥന ആകാശത്തിന്റെ വാതിൽ അടയ്ക്കുന്നു, പ്രാർത്ഥന ആകാശത്തിന്റെ വാതിൽ തുറക്കുന്നു. പ്രാർത്ഥന ശക്തിപ്പെടുത്തുന്നതാണ്. യേശു ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വരാനുള്ള, ഫേസ് ചെയ്യാനുള്ള വിഷയങ്ങളെ നേരിടാൻ കരുത്ത് നൽകാനുള്ള പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി യേശുവിനെ ശുശ്രൂഷിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥനയുടെ പവർ. നേരിടേണ്ട വിഷയങ്ങളെ ശക്തിയോടെ നേരിടാൻ, ധൈര്യത്തോടെ നേരിടാൻ, കരുത്തോടെ നേരിടാൻ
തലമുറകളുടെ ബുദ്ധി തുറക്കാൻ, അസാധ്യങ്ങൾ സാധ്യമാകാൻ, ലോകമടച്ചത് തുറക്കാൻ, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കാൻ, ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള പ്രാർത്ഥന അതിന്നു പകൽ ഉയരുമെങ്കിൽ ഇതുവരെ നടക്കാത്ത വിഷയത്തിന്മേൽ സഭസത്യയോടെ പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് കരം കോർത്ത് പിടിച്ചു പ്രാർത്ഥിക്കൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, തലമുറകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. ദൈവശക്തി ഇറങ്ങാൻ പോകുക. നിങ്ങളെ ഒതുക്കുന്ന വിഷയത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും. അവൻ തല ഉയർത്തി പിടിച്ചു നിൽക്കും. ദെബോര പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലേ? ദാനിയേൽ പ്രാർത്ഥിച്ചില്ലേ? സിംഹങ്ങളുടെ പതുവിനെ ദൈവം തെറ്റിച്ചില്ലേ? സ്തോത്രം. എസ്തേറും മൊർദെഖായിയും സ്റ്റാറ്റസ് നോക്കാതെ പ്രാർത്ഥിച്ചില്ലേ? പട്ടണത്തിൽ അത്യുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞില്ലേ? കൈപ്പോടെ കരഞ്ഞവനെ പട്ടണത്തിൽ ദൈവം പ്രസിദ്ധനാക്കിയില്ലേ? ഇരിപ്പിന് വ്യത്യാസം വരുത്തിയില്ലേ? തുടക്കത്തിൽ നിയമത്തെ മാറ്റിയില്ലേ? രാജാവ് കൊണ്ടുവന്ന നിയമത്തെ തിരുത്തിയില്ലേ? ജീവനുള്ള ദൈവം ആരാന്ന് വെളിപ്പെടുത്തിയില്ലേ? ശദ്രക്, മേശക്, അബേദ്നെഗോ പ്രാർത്ഥിച്ചില്ലേ? ദാനിയേൽ ഉൾപ്പെടെ പ്രാർത്ഥിച്ചില്ലേ? രാജാവിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം അവിടെ വെളിപ്പെടുത്തി കൊടുത്തില്ലേ? മന്ത്രവാദികൾക്കും ശകനവാദികൾക്കും ആഭിചാരകന്മാർക്കും വെളിപ്പെടാത്തത് പ്രാർത്ഥിക്കുന്നവർക്ക് വെളിപ്പെടുത്തും. അരാം സൈന്യത്തിന്റെ പദ്ധതികളെ അട്ടിമറിച്ച ഒരു ഭക്തന്റെ പ്രാർത്ഥന മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ചില തന്ത്രങ്ങളെ പൊളിക്കുന്ന പ്രാർത്ഥന, അണിയറ പദ്ധതികളെ ഇളക്കുന്ന പ്രാർത്ഥന, വിടുതൽ നൽകുന്ന പ്രാർത്ഥന, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന നമുക്കറിയാം. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചു. അവകാശത്തിലേക്ക് കടന്നു വന്ന ശക്തികളെ നീക്കാൻ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലേവ്യന്റെ മേൽ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, ഉറച്ചു നിൽപ്പീൻ. ഉറപ്പിക്കുന്ന പ്രാർത്ഥന ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കൂ. ദേശത്ത് വന്ന അനർത്ഥങ്ങളെ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച വിലാപത്തോടും കണ്ണുനീരോടും വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ദേശത്തിനു വേണ്ടി ദൈവം തീഷ്ണത കാണിച്ചു. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ മടക്കി കൊടുത്തു. അതാണ് പ്രാർത്ഥന. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കുക. കുടുംബത്തിനകത്ത് സംഭവിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവസഭയ്ക്ക് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങട്ടെ. പ്രാർത്ഥനയുടെ പവർ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ പൊളിയുന്ന, അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന, ചങ്ങലകൾ അഴിയുന്ന, കുരുക്കുകൾ പൊട്ടുന്ന പ്രാർത്ഥനയുടെ പവർ ഇന്ന് പകൽ ജനത്തിന്റെ മേൽ വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. ദൈവപ്രവർത്തിക്ക് സ്തോത്രം. പരിശുദ്ധാത്മാന്റെ ആഴമായ ഇടപെടലുകൾക്ക് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, പ്രാർത്ഥിക്കൂ. പരസ്പരം പ്രാർത്ഥിക്കൂ. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങൾ കർത്താവിൽ പ്രതീക്ഷിക്കാം. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിക്കുന്നു.